സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. മാർവലിൻ്റെ അയൺ ഹർട്ട് 3 എപ്പിസോഡുകളായിട്ട് 2 ആഴ്ചകളിലായിട്ട് ഇപ്പോൾ മൊത്തത്തിൽ അങ്ങ് റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു സീരീസ് എടുത്തു വെച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു, പെട്ടി തന്നെ കിടക്കുകയായിരുന്നു കുറേ നാളുകളായിട്ട് സീരീസ്. എൻ്റെ അവസാനം ഈ ഒരു സീരീസ് വരുന്നു എന്നുള്ളൊരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എന്തിന് ഇപ്പോൾ മാർവലിൽ ഈ ഒരു സീരീസിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഈ സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. എതുക്ക് ഇപ്പോൾ ഈ സീരീസിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷവും എനിക്കറിയത്തില്ല. ബട്ട് എന്നാൽ പോലും ഇതൊരു കംപ്ലീറ്റ് അതപ്പതിച്ചൊരു സീരീസ് ആണെന്ന് പറയാനും പറ്റത്തില്ല. ഷീഹൾക്ക് എന്നുകൊണ്ടുള്ളൊരു സാധനം ഇറക്കി വിട്ടിട്ട് അപരാധങ്ങൾക്ക് തന്നെ ഒരു ബെഞ്ച് മാർക്ക് മാർവൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അത്രയും തരം താഴെ ഒരു സീരീസ് ആണോ ഇതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. സോ ഈ ഒരു സീരീസ് ഏതൊരു രീതിക്കാണ് എനിക്ക് വർക്കൗട്ട് ആയതും വർക്കൗട്ട് ആവാതിരുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയങ്ങളേണ്ട നേരെ കാര്യത്തിലേക്ക് കണക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതൊരു വലിയ സ്പോയിലർ ആണെന്ന് വെച്ചാൽ അല്ല. ആദ്യത്തെ 3 എപ്പിസോഡുകൾ കണ്ടാൽ തന്നെ അറിയാം ഇതിലെന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ. മെഫിസ്റ്റോയെ ഈ പടത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് മെഫിസ്റ്റോ ഈസ് ഒഫീഷ്യലി ഓൺ MCU. ആൻഡ് ആ ഒരു പോർഷൻ മെഫിസ്റ്റോയെ ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്ന പരിപാടി കിടിലുമായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സാക്ഷാ ബോറൻ കോഹൻ ഈസ് ടു ഗുഡ് ഫോർ മെഫിസ്റ്റോ എന്ന് പറയേണ്ടി വരും. എന്നാ ഒരു ചാവാണ് മനുഷ്യൻ. കൂടുതൽ മേക്കപ്പോ പരിപാടികളോ ഒന്നും വേണ്ട, ചുമ്മാ പുള്ളി അങ്ങ് സ്ക്രീനിൽ വന്ന് നിന്നാൽ മതി. പുള്ളിയാണ് മെഫിസ്റ്റോ എന്ന് നമ്മളങ്ങ് വിശ്വസിച്ച് കളയും. ആ മൂഡ് ഒരു പെർഫോമൻസ് ആണ് പുള്ളി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ മാർവലിൽ മെഫിസ്റ്റോ എന്ന ഒരു മൊമെന്റ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ സീരീസ് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും എനിക്ക് കൃത്യമായൊരു ഉത്തരവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന കുറച്ച് മിനിറ്റുകളിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ ചേച്ചി തന്നെയാണ്. ഓൾറെഡി കെവിൻ ഫീജി പാതി കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മൾട്ടിവേഴ്സ് സാഗയ്ക്ക് ശേഷം വരുന്ന മ്യൂട്ടന്റ് സാഗയോടൊപ്പം തന്നെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ സാഗയിലെ കുറച്ച് എലമെന്റ്സ് കൂടി പുള്ളിക്ക് ഈ പടങ്ങളിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുണ്ടെന്നുള്ളൊരു കാര്യം. സോ ആ ഒരു കലാപരിപാടിക്കുള്ള ചെറിയൊരു തിരികൊളുത്തിലായിട്ടാണ് മെഫിസ്റ്റോയും ഇപ്പോൾ MCUലോട്ട് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളത്. സോ ഇതിന് ശേഷം മെഫിസ്റ്റോ വരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ തലവൻ ഗോസ്റ്റ് റൈഡറും അധികമായ തന്നെ MCUയിൽ കാലുകുത്തുമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ചങ്ങ് തെന്നി മാറിയെന്ന് തോന്നുന്നു. നമുക്ക് കാര്യത്തിലേക്ക് വരാം. അയൺ ഹാർട്ട് സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒറ്റവാക്കി പറയാനുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോശം സീരീസ് ഒന്നുമല്ല. നിങ്ങൾക്കിത് കണ്ടു തീർക്കാനൊക്കെ പറ്റും. അതായത് ഷീഹൾക്ക് മോഡ് സാധനം എന്നൊക്കെ പറഞ്ഞാൽ കണ്ടു തീർക്കാൻ തന്നെ പ്രയാസമാണ്. ബട്ട് ഇത് നിങ്ങൾക്ക് നൈസായിട്ട് അങ്ങ് കണ്ടു തീർക്കാൻ പറ്റും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സീരീസ് ഇപ്പോൾ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിയേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരിപാടിയിലാണ് കുറച്ച് പ്രശ്നങ്ങളുള്ളത്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിറി വില്യംസിന്റെ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വിധമാണ്. എനിക്ക് കോമിക്സിലെ പരിപാടികളൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഒരു സീരീസിലെ മാത്രം അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വൻ ഷോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് എന്തൊരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കാത്ത, അല്ലെങ്കിൽ തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തൻ്റെ കൂട്ടുകാർ ആരെ വേണമെങ്കിലും റിസ്കിൽ നിർത്താൻ ഒരു മടിയും ഇല്ലാത്ത രീതിയിലുള്ള എന്താ പറയുക ഒട്ടും ലൈക്കബിൾ അല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ റിറി വില്യംസിനെ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഡയലോഗ് ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ക്യാരക്ടർ നമ്മുടെ അയൺമാനെ പറ്റി, ടോണി സ്റ്റാർക്കിനെ പറ്റി പറയുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ്. ടോണിയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ലെങ്കിൽ ടോണി സ്റ്റാർക്ക് ഇന്നീ കാണുന്ന ഒരു നിലയിൽ എത്തില്ലായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഈ ഒരു അയൺ ഹർട്ട് പറയുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെ 2 രീതിയിലെടുക്കാം. ഒന്ന്, എട്ടും പൊട്ടും തിരിയാത്തൊരു പൊട്ടിപ്പെണ്ണിന്റെ പൊട്ടത്തരങ്ങൾ എന്നൊരു രീതിക്ക് ഒരു ആ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു അറഗന്റ് ആയിട്ടുള്ള ആരെക്കുറിച്ചും കൃത്യമായൊരു ധാരണയില്ലാത്ത അയൺമാൻ ആരാണ്, ടോണി സ്റ്റാർക്ക് ആരാണ്, പുള്ളിയുടെ ലെഗസി എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയാത്ത ഒരു ക്യാരക്ടർ എന്നൊരു രീതിക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് കണ്ടുപോകാൻ പറ്റും. ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു സീരീസിലെ പല സ്റ്റേറ്റ്മെന്റ്സും പല സീക്വൻസുകളും നിങ്ങൾക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതോ ക്രിഞ്ചിനേക്കാൾ ഉപരി അത് കണ്ടു തീർക്കാൻ തന്നെ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും. MIT പോലൊരു സ്ഥലത്ത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആരും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പഠിക്കാൻ തന്നെ എത്രയോ ആൾക്കാർ മോഹിച്ചും കൊതിച്ചും നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്ഥലത്ത് പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പ്രൊജക്ട്സ് ഒക്കെ അവരുടെ സഹായം കൊണ്ട് തന്നെ ചെയ്ത് തീർത്തുകൊണ്ട് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ തന്നെ കുറ്റം പറയുന്ന രീതിയിലുള്ള കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്? സീരിയസ്ലി സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കുറച്ച് സീൻസും പരിപാടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ക്യാരക്ടറായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടും. കാരണം ടോണി സ്റ്റാർക്കിനെ അല്ലെങ്കിൽ അയൺമാനെ നമ്മൾ അന്ത രീതിയിൽ ആരാധിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടറുമായിട്ട് യാതൊരു രീതിക്കുള്ളൊരു എന്താ പറയുക ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ പരിപാടികളോ ഒന്നും ഇല്ലതാനും. എന്നാൽ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു പിൻഗാമി എന്ന രീതിക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെന്ന് മാർവൽ പിന്നെയും പറയുന്നുണ്ട്. സോ ആ ഒരു രീതിക്ക് കൂടെ വരുമ്പോൾ ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല. സോ പേഴ്സണലി ഈ ഒരു റിറി വില്യംസ് എന്നുള്ള ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ് സീരീസിൻ്റെ ഏറ്റവും വലിയൊരു ഡൗൺ ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. പല സമയത്തും പുള്ളിക്കാരിയുടെ ഡയലോഗ്സ് ആയാലും പുള്ളിക്കാരി ചെയ്യുന്ന കാര്യങ്ങളായാലും ഒരു വ്യക്തതയില്ലാത്ത പോലെ എന്താണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ടോണി സ്റ്റാർക്കിനെ പോലെ കയറി വരാൻ പറ്റുന്നില്ല എന്നൊക്കെ വായ്ത്താൾ അടിക്കുന്നതല്ലാതെ നമ്മളെ ഒന്നും കാണിക്കുന്നില്ല. ചുമ്മാ ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. സ്വന്തമായിട്ടൊരു AI സിസ്റ്റം ഉണ്ടാക്കുന്നു, റോബോട്ടിനെ ഉണ്ടാക്കുന്നു, എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ല. AIയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 4 മണിക്കൂർ കൊണ്ടൊക്കെയാണ് കേട്ടോ AIനെ ഉണ്ടാക്കുന്നത്. നമ്മളങ്ങ് വിശ്വസിച്ച് വിടണം, വേറെ വഴിയില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവണമെങ്കിൽ അയൺമാൻ വരുന്ന സമയത്ത് നമുക്കറിയാം അതിനുള്ളിൽ ടോണി സ്റ്റാർക്കാണ് ആ ഒരു അയൺമാനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പുള്ളി ആദ്യത്തെ ഷൂട്ട് ഉണ്ടാക്കിയതെന്നുള്ള കാര്യം, അതിന് പിന്നിൽ പുള്ളി എടുത്ത സ്ട്രഗിൾസ് പരിപാടികളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ ഈ ഒരു ക്യാരക്ടറുമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ബോണ്ട് ആയിട്ടുണ്ട്. സോ
അതുകൊണ്ട് തന്നെ ആ ഒരു അയൺ മാനായിട്ട് പുള്ളി വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇത് ആരാണ്, എന്താണ് പുള്ളിയുടെ ഒരു സ്റ്റോറി എന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് അയൺ ഹേർട്ടിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇവിടെ ആ സ്ട്രഗിൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ടൊന്നും കാണിക്കുന്നില്ല. ചുമ്മാ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നും വാങ്ങാൻ പൈസ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് അങ്ങ് നടന്നു പോകുന്നുണ്ട്. സോ ആ ഒരു സ്ട്രഗിൾ കാണിച്ചാലേ നമുക്ക് കാണുന്നവർക്ക് ആ ഒരു കണക്ഷനും കൂടെ കിട്ടത്തുള്ളൂ. സോ ആ ഒരു സ്ട്രഗിൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ എന്ത് ചെയ്താലും നമുക്ക് വലിയൊരു മെനയായിട്ട് തോന്നത്തില്ല. ക്ലൈമാക്സിലൊക്കെ ഒരു മാസ് ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, അങ്ങോട്ട് ഒക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തോ അയൺ ഷൂട്ടായിട്ട് തന്നെ അതിനെ പരിഗണിക്കാനായിട്ട് പറ്റത്തില്ല. കടയിൽ നിന്ന് വെച്ചുകൊണ്ട് വന്നൊരു ബൊമ്മ പോലെയാണ് ആ ഒരു ഷൂട്ട് തന്നെ ഇരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട് അയൺമാൻ്റെ പിന്തുടർച്ചയ്ക്കായിട്ട് ഒരു പെണ്ണ് വന്നതിലുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം. നിങ്ങൾ പെണ്ണിനെ കൊണ്ടുവരിക, ആണിനെ കൊണ്ടുവരിക, ആരെ വേണമെങ്കിലും കൊണ്ടുവന്നു. പക്ഷേ നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫാൻസ് അത്രയധികം ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സിനെ അടിച്ച് താഴ്ത്തിക്കൊണ്ടല്ല നിങ്ങൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഒറിജിൻ സ്റ്റോറി ഉണ്ടാക്കണം, അവരുടെ ക്യാരക്ടേഴ്സിന് അവരുടേതായ കാര്യങ്ങൾ കൊടുക്കണം. അല്ലാതെ ചുമ്മാ ടോണി സ്റ്റാർക്കിൻ്റെ അത്ര പൈസ ഇല്ലെന്നും കാറിൻ്റെ സ്ക്രാപ്പ് കൊണ്ട് ഞാൻ ഒരു റോബോട്ടിനെ ഉണ്ടാക്കുമെന്നും 4 മണിക്കൂറിന് കൊണ്ട് AI ഉണ്ടാക്കുന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ഒരു ലോജിക്കില്ലാതെ പടച്ചു വിട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ പിന്നിൽ ആ ഒരു സ്ട്രഗിൾ കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റണം, കഥാപരമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ആ ഒരു റിറി വില്യംസ് എന്നുള്ള ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. ഒരു തരത്തിലും ഒരു ലൈക്കബിൾ അല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് പുള്ളിക്കാരിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. കഥയുടെ തുടക്കത്തിൽ എങ്ങനെയാണോ അവസാനമാകുമ്പോൾ അതിനേക്കാളും വലിയ മണ്ടത്തരം ചെയ്തു വെച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. സോ ഈ ഒരു പടത്തിൽ മൊത്തം സീരീസിൽ മൊത്തം പുള്ളിക്കാരി വൺ ഡൗൺ ഗ്രേഡ് ആണ്. ബട്ട് വൺസ് നിങ്ങൾ ഈ ഒരു ക്യാരക്ടറിനെ ആക്സെപ്റ്റ് ചെയ്ത് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആണെന്നുള്ള രീതിക്ക് ആക്സെപ്റ്റ് ചെയ്ത് ഇതിൽ ലോജിക്കില്ലാത്ത കുറച്ച് ഇൻസിഡൻസ് പരിപാടികളൊക്കെ ഉണ്ട്, അതിനെ കൂടുതൽ ചോദ്യം ചെയ്യാതെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ, ഒരു ഈസി വാച്ച് എന്ന രീതിക്ക് കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസ് തീർച്ചയായിട്ടും കണ്ടു തീർക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഈ സീരീസിലെ ലോജിക്കൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിനെ കുറച്ച് ചൂടുന്നങ്ങ് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രിഞ്ച് പരിപാടി തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പെർഫോമൻസ് വൈസ് റിറി വില്യംസിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ പാർക്കർ റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ വേറൊരു പുള്ളിക്കാരൻ വരുന്നുണ്ട്. പുള്ളിയുടെ ഒരു കിടിലൻ പരിപാടിയായിരുന്നു. പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും പരിപാടികളൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കടന്ന് മെഫിസ്റ്റോ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചുമ്മാ ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് ഈ സീരീസ് കാണാം. സോ റിവ്യൂ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയെന്ന് തോന്നുന്നില്ല. ഞാനൊരു എന്നോട്ട് എന്ന പോലെ കാര്യം പറയാം. ഈ ഒരു സീരീസ് നിങ്ങൾക്കൊരു ഈസി വാച്ചാണ്. അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ജസ്റ്റ് അതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടങ്ങ് മറക്കുക എന്നുള്ളൊരു രീതിക്ക് ടൈം പാസിന് വേണ്ടി നിങ്ങൾക്ക് സുഖമായിട്ട് അങ്ങ് ഇരുന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസ് എന്ന രീതിക്ക് ഇത് തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. ആ ഒരു നിലയ്ക്ക് തന്നെയാണ് ഞാനും ഈ ഒരു സീരീസ് കണ്ടു തീർത്തത്. ഒരു പരിധിക്കപ്പുറം ഈ ക്യാരക്ടർ എന്ത് പറഞ്ഞാലും ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയല്ലേ, അപ്പോൾ അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ളൊരു രീതിക്ക് ആ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് ഈ സീരീസ് കണ്ടു തീർക്കാൻ പറ്റും. എന്നാൽ മാർവലിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള മസ്റ്റ് വാച്ച് സീരീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലതാനും. സോ അതാണ് ഈ ഒരു അയൺ ഹേർട്ടിൻ്റെ അവസ്ഥ. എന്താ പറയുക, ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു അയൺ ഹേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ, റിറി വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇപ്പോഴും ഒരു സൈഡ് കിക്ക് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ഒരു മെയിൻ ലീഡ് ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഒന്നും ആ ഒരു ക്യാരക്ടറിൽ നിങ്ങൾക്ക് തോന്നത്തില്ല ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ. സോ അയൺ ഹേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഇട്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു സീരീസ് ഇറക്കി കഴിഞ്ഞതിന് ശേഷവും ആ ഒരു ക്യാരക്ടറിനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല എങ്കിൽ അതൊരു പരാജയം തന്നെയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഈ ഒരു ക്യാരക്ടറിനേക്കാൾ ഒരുപാട് ക്യാരക്ടർ ഡെവലപ്മെന്റ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പം തന്നെ മാർവലിലുണ്ട്. ആ ഒരു മൂൺ നൈറ്റിനൊക്കെ ഒരു സീസൺ 2 ഇറക്കി വിട്ട് കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു. സോ അതിനൊന്നും മെനക്കെടാതെ ഈ തത്രപ്പെട്ട് ഈ ഒരു അയൺ ഹാർട്ടിന് ഇപ്പോൾ ഒരു സീസൺ ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ സീസൺ 2 ചിലപ്പോൾ വന്നെന്നൊക്കെ ഇരിക്കാം. ആ ഒരു രീതിക്കാണ് സീരീസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് വേണോ ചെയ്യും, ഇതാണ് അയൺമാൻ്റെ ലെഗസി അല്ലെങ്കിൽ അയൺമാൻ്റെ പിന്തുടർച്ചാവകാശി ഇതാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇതിൻ്റെ രീതിയിൽ എന്താണെന്ന് വെച്ചൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചു. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് സീരീസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓൾറെഡി സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളെ പറ്റിയിട്ടും ഇനി ഈ ഒരു അയൺ ഹേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരിയുടെ ഇനി മാർവലിലെ ഒരു അപ്പിയറൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.